നമിത പ്രമോദും സുമലതയും മലയാള സിനിമയിലെ രണ്ട് കാലഘട്ടത്തിലെ നടിമാരാണ്. സുമലത എന്ന ആദ്യകാല നടിയെ ഓർക്കുന്നവരെല്ലാം പറഞ്ഞു നമിത പ്രമോദിന് സുമലതയുടെ മുഖച്ഛായ ഉണ്ടെന്ന്. സുമലതയുടെ മകളാണോ എന്ന് പോലും പലരും സംശയിച്ചു. ആരാണ് ഈ സാദൃശ്യം ആദ്യം ശ്രദ്ധിച്ചതെന്ന് നമിത പ്രമോദിനോട് തന്നെ ഒരു അഭിമുഖത്തിൽ ചോദിച്ചപ്പോൾ, പുതിയ തീരങ്ങൾ എന്ന ചിത്രത്തിൻ്റെ ഷൂട്ടിങ്ങിനിടെ നടൻ നെടുമുടി വേണുവാണ് ഇക്കാര്യം തന്നോട് ആദ്യം പറഞ്ഞതെന്നാണ് നമിത പറഞ്ഞത്. പക്ഷേ ഇതിൽ കൗതുകകരമായ കാര്യം ഇവർ ബന്ധുക്കളല്ല എന്നുള്ളതാണ്. ഒരു കാലത്ത് മലയാള സിനിമയിൽ മമ്മൂട്ടിയുടെയും മോഹൻലാലിൻ്റെയും നായികയായി തിളങ്ങിയ നടിയാണ് സുമലത. നായിക സങ്കല്പങ്ങളെ മുഴുവനായി മാറ്റിമറിച്ചായിരുന്നു സുമലതയുടെ മലയാളത്തിലേക്കുള്ള കടന്നുവരവ്. അന്യഭാഷക്കാരിയാണെങ്കിലും ഒരു മലയാളിയായിട്ട് തന്നെയായിരുന്നു പ്രേക്ഷകർ ഇവരെ കണക്കാക്കിയത്. നായകന്മാർ ആരായാലും സുമലത ഇല്ലാത്ത സിനിമ ഇറങ്ങാത്ത ഒരു സ്ഥിതിവിശേഷമുണ്ടായിരുന്നു മലയാളത്തിൽ. പത്മരാജൻ സംവിധാനം ചെയ്ത തൂവാനത്തുമ്പികളിലെ ക്ലാരയെ പ്രേക്ഷകരാരും മറന്നു കാണില്ല. കോളേജ് കുമാരിയായും വീട്ടമ്മയായും സിനിമയിൽ അരങ്ങു തകർത്ത സുമലത അംബരീഷുമായുള്ള വിവാഹശേഷം കുടുംബിനിയായി ഒതുങ്ങിക്കഴിയുകയായിരുന്നു. 1963 ഓഗസ്റ്റ് 27 മദ്രാസിൽ ജനിച്ച അവർ 220-ലധികം കന്നഡ, തെലുങ്ക്, മലയാളം, തമിഴ്, ഹിന്ദി സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. ഗുണ്ടൂരിലെ ബ്രോഡിപേട്ടിലുള്ള സെന്റ് ജോസഫ് കോൺവെന്റ് സ്കൂളിൽ സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ അവർ 15-ാം വയസ്സിൽ അഭിനയ ജീവിതത്തിലേക്ക് കടന്നു. 1979 ആന്ധ്രാപ്രദേശ് സൗന്ദര്യ മത്സരത്തിൽ വിജയിച്ചതിന് ശേഷം തിസൈ മാറിയ പറവൈകൾ എന്ന ചിത്രത്തിലൂടെ അവർ തമിഴിൽ അരങ്ങേറ്റം കുറിച്ചു. രവിചന്ദ്ര എന്ന ചിത്രത്തിലൂടെ കന്നഡയിലും, സമാജാക്കിനി സവലിലൂടെ തെലുങ്കിലും, മൂർഖനിലൂടെ മലയാളത്തിലും അരങ്ങേറ്റം കുറിച്ചു. 1987 ശ്രുതിലയിലു എന്ന ചിത്രത്തിലെ അഭിനയത്തിന് മികച്ച നടിക്കുള്ള നന്ദി അവാർഡ് സുമലതയ്ക്ക് ലഭിച്ചു. ഒരു തെലുങ്ക് സിനിമയിലെ സഹനടിയായ നടി സുഹാസിനി മണിരത്നത്തിൻ്റെ അടുത്ത സുഹൃത്താണ് സുമലത. സിനിമയുടെ സെറ്റിലേക്കുള്ള ട്രെയിൻ യാത്രയിൽ സുഹാസിനി സുമലതയുടെ നീണ്ട മുടി ചീകുന്നത് സംവിധായകൻ ശ്രദ്ധിച്ചപ്പോൾ ഇരുവരും തമ്മിലുള്ള സൗഹൃദം സിനിമയിലെ ഒരു വ്യക്തതയുള്ള സീനിനുള്ള മെറ്റീരിയൽ നൽകി. രണ്ടും ചിത്രീകരിക്കാൻ റെഡ്ഡി തൻ്റെ ക്യാമറാമാൻ അശോക് റെഡ്ഡിയോട് ആവശ്യപ്പെടുകയും സിനിമയുടെ ഫൈനൽ കട്ടിൽ രംഗം ചേർക്കുകയും ചെയ്തു. 6 ഭാഷകൾ സംസാരിക്കുന്ന സുമലത 5 ഭാഷകളിലും അഭിനയിച്ചിട്ടുണ്ട്. 1991 ഡിസംബർ 8 കന്നഡ നടനും രാഷ്ട്രീയക്കാരനുമായ അംബരീഷിനെ സുമലത വിവാഹം കഴിച്ചു. അവരുടെ മകൻ അഭിഷേക് ഗൗഡ 1993 ജനിച്ചതോടെ സുമലത അഭിനയ രംഗത്ത് നിന്ന് പിൻവാങ്ങി. 2018 നവംബർ 24 ഹൃദയാഘാതത്തെ തുടർന്ന് അംബരീഷ് മരിച്ചു. പിന്നീട് സജീവ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയ സുമലത 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കർണാടകയിലെ മാണ്ഡ്യ മണ്ഡലത്തിൽ നിന്ന് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു.